കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ലൈവ് വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതിനകത്ത് എനിക്ക് ഒരുപാട് അപാകതകൾ തോന്നുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിച്ചു എന്ന് പറഞ്ഞ 21 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവൻ്റെ ചെറിയ പ്രായത്തിൽ അവനറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അറ്റ് പ്രസന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 3, 4, 5 മാസമായിട്ട്, ഒരു 2 വർഷമായിട്ട് സുധി പോയതിന് ശേഷം, അല്ലെ സുധി ഉണ്ടായിരുന്ന അവന് പ്രായപൂർത്തിയായതിനു ശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവന് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ അവൻ അതെല്ലാം ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല. അതാകാത്ത കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ അവൻ ഇതിലൊന്നും പെടുന്നില്ല, എന്നെ ഇത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചായിരിക്കാം വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നാളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് വല്ലതുമൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആർക്കും ഞാനൊരു എന്താ പറയുക, ഒരു നാളെ ഒരു എന്നെക്കുറിച്ച് ആരും സോഷ്യൽ മീഡിയയിൽ അധികം പറയണ്ട പിന്നെ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും മൗനമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ സുധിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും കാര്യങ്ങൾ വന്ന് പറയേണ്ടതാ. കാരണം സുധിയുടെ ചേട്ടനെയൊക്കെ സംബന്ധിച്ച് സുധി അവരുടെ അനിയനാണ്. അപ്പോൾ അവരുടെ അനിയൻ എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ അല്ലെ സുധിക്കെതിരെ എന്തെങ്കിലും ആൾക്കാർ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ തന്നെ അവരുടെ റിയാക്ഷനും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അവരുടെ റിയാക്ഷനും കൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിനെല്ലാം പറയാവുന്നതാണ്. കിച്ചു എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പക്ഷെ അവൻ കിച്ചു പറയാത്തത് കൊണ്ടും കിച്ചുവിനൊരു മോട്ടിവേഷൻ പോലെയാണ് ആ കൊച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ചില കമൻ്റൊക്കെ ആ കൊച്ച് പറയുന്നത് കൂട്ടുകാരൻ പറയണ്ട, കൂട്ടുകാരൻ പറയുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം കൂട്ടുകാരൻ്റെ ഒരു മോട്ടിവേഷൻ ത്രൂ ആണ് കിച്ചു ചിലപ്പോൾ ഇത്രയും ലെവൽ വരെ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ചിലപ്പം കിച്ചുവിന് ഇങ്ങനെ വീഡിയോ ചെയ്യാനോ അല്ലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാൻ വലിയ പ്രാവീണ്യം ഉണ്ടാകാത്തതായിരിക്കാം. അപ്പോൾ അവനൊരു ഫ്രണ്ട് എന്ന നിലയിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർക്ക് അത് അവൻ പറയണം. അത് ആ കൂട്ടുകാരൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ വലുതാണ്. അത് നമ്മളാരും അത് വേണ്ട എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ആ കൊച്ചു പറയേണ്ട കാര്യങ്ങൾ ഇവൻ പറയാത്തതാണ് ആ കൊച്ചു കുറച്ചൊക്കെ പറയുന്നത്. അതിനകത്ത് തെറ്റ് നമുക്ക് വിചാരിക്കാൻ പറ്റത്തുമില്ല. പിന്നെ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി രേണുവിനെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വീണയെക്കുറിച്ച് കിച്ചു പറയുന്നത് വീണ പറയുന്നതൊന്നും കറക്റ്റ് അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയെ സുധി വിവാഹം കഴിക്കുമ്പോൾ ഈ കിച്ചു 1ാം ക്ലാസ്സിലാണെന്നാണ് പറഞ്ഞത്. അന്ന് കിച്ചു കൊല്ലത്താണ് നിൽക്കുന്നത്. വീണയും സുധിയും നിൽക്കുന്നത് കോഴിക്കോടാണ് ഈ കിച്ചു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്കിടയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കിച്ചുവിന് വ്യക്തമായിട്ട് അറിയണമെന്നില്ല. കിച്ചുവിന് ചിലപ്പോൾ കേട്ടുകേൾവിയെ കാണത്തുള്ളൂ. കിച്ചു കൊല്ലത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊല്ലംകാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കിച്ചുവിനെ നോക്കിയില്ല, ഞങ്ങൾ കിച്ചുവിനെ കുഞ്ഞിലെ നോക്കിയിട്ടേ ഇല്ല, അല്ലെ അവർക്ക് സുധിയുടെ ചില കാര്യങ്ങളൊക്കെ വന്ന് പുറത്തു പറയാൻ പറ്റാത്തതും കാണും. സുധിക്ക് ഇത്ര ഭാര്യമാരുണ്ടായിരുന്നെന്നും സുധി എങ്ങനെയൊക്കെ നടന്നൊന്നും അവർക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പം അവർ പറയുന്നത് എന്താണോ അതും ഈ കൊച്ചു കേൾക്കാൻ ഇവന് പറ്റത്തുള്ളൂ. ഈ കിച്ചുവിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന അവരെന്ത് പറഞ്ഞോ അതേ ഇവനും പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇന്ദു എന്ന് പറഞ്ഞ കിച്ചുവിനെ നോക്കിയ വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇയാളെ ഒരു ഇന്ദു എന്ന് പറഞ്ഞ വ്യക്തി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കിച്ചു പറയുന്നത് ഏതോ ഒരു ആന്റി എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നെന്നും, പക്ഷെ അത് ഒരുപാട് നാൾ നോക്കിയിട്ടില്ല, 1 മാസം നോക്കിയുള്ളൂ എന്നൊക്കെ കിച്ചു പറയുന്നു. പക്ഷെ ആ ഇന്ദു പറയുന്നത് അവർ 2-3 വർഷമൊക്കെ നോക്കി എന്നുള്ള കഥയാണ് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കാം ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് സ്വന്തം അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ചെറുമകനെ വേറൊരു വ്യക്തി നോക്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സുധിയുടെയൊക്കെ വീട്ടുകാർക്കൊരു നാണക്കേട് തന്നെയാണത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ പറഞ്ഞു കാണും, ചിലപ്പോൾ സുധി പറഞ്ഞും കാണണമെന്നില്ലല്ലോ. ഇതൊക്കെ രഹസ്യമായിട്ടുള്ള കളികളാണെങ്കിലോ. ഇപ്പൊ എന്തുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഇത് കൊല്ലംകാർ ഈ കൊച്ചിനെ ഏറ്റെടുത്തില്ലല്ലോ. അപ്പോൾ സുധി തന്നെത്താനെ ഇങ്ങനൊരു വ്യക്തിയെ നോക്കി കൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം അമ്മ ഇട്ടിട്ട് പോയ സ്ഥാനത്ത് വേറൊരാളെ വെച്ച് നോക്കും കൂടെയല്ലേ. അപ്പോൾ ഇതൊന്നും കൊല്ലത്ത് അറിയണ്ട എന്നും ചിന്തിക്കാം. പക്ഷെ അതിനകത്തൊന്നും ഈ കിച്ചു പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കിച്ചു പറയുന്നത് ആ അറിവില്ലാത്ത പ്രായത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ ഇന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതലും മുഖവില കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് കൊച്ചിനെ നോക്കി ഒരാളെന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ കാര്യമാണ്. നമ്മുടെ ആ ചെറുപ്രായത്തിൽ ഒരു കുട്ടിയെ നോക്കിയെടുക്കുന്ന വിഷമം ആ നോക്കുന്നവർക്ക് മാത്രമേ അതെന്താണെന്ന് അറിയത്തുള്ളൂ. ഇപ്പോൾ ഈ കിച്ചു വളർന്നു കയറി
കൊണ്ട് അവന് അതൊന്നും അറിയണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, വീണ ഇപ്പം കിച്ചു പറയുന്നത് വീണയും ശ്രുതിയും തമ്മിൽ ഡൈവേഴ്സ് ആകാനുള്ള കാരണം രേണുവല്ല എന്നും കിച്ചു പറയുന്നുണ്ട്. പക്ഷേ അത് അവർ തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നെന്നും എന്നും അത്രയും വേസ്റ്റായ ബന്ധമായിരുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചെന്നൊക്കെയാണ് കിച്ചു പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കിച്ചുവിന് എങ്ങനെ അറിയാം ഈ രേണു ഇവരെ ചാറ്റ് ചെയ്യുന്നില്ല എന്നും, അതുപോലെ രേണുവും ശ്രുതിയും തമ്മിൽ പരിചയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവര് തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നോ എന്നൊന്നും കിച്ചുവിനോട് പറഞ്ഞിട്ടാണോ? വീണ എന്ന് പറഞ്ഞ വ്യക്തി ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ ശ്രുതി എന്ന് പറഞ്ഞ വ്യക്തി ശാലിനി അതായത് ഇപ്പോൾ കിച്ചുവിൻ്റെ അമ്മയായ ശാലിനിയായിട്ട് വീണ്ടും ബന്ധം പുലർത്തി എന്നാണ് വീണ പറയുന്നത്. അതിനെക്കുറിച്ച് വീണ ഒരുപാട് പറയുന്നില്ലെങ്കിലും വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. വേറൊരു വ്യക്തി വന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. ശ്രുതി വീണ്ടും ശാലിനിയായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും ശാലിനിക്ക് പൈസ കൊടുക്കുകയും വീണ്ടും അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടായത് കൊണ്ടും വീണ അവിടെ പ്രശ്നം ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ അടിയുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. കാരണം വീണ വിവാഹം കഴിച്ച് ചെന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. അപ്പം വീണ്ടും ശ്രുതി അങ്ങോട്ട് വീണ്ടും സ്നേഹിച്ച് പഴയ ഭാര്യയെ തന്നെ വീണ്ടും സ്നേഹിക്കുമ്പോൾ ഇവർക്കൊരു വിഷമം തോന്നാം. അപ്പം അതിൻ്റെ പേരിലൊക്കെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ കിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം കിച്ചു ആ പ്രായത്തിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഇവരോടൊപ്പം നിൽക്കുന്നുമില്ല. കിച്ചു കൊല്ലത്തുമാണ്, ഇവർ കോഴിക്കോട്ടാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്കിടയിൽ ഉണ്ടായ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കിച്ചുവിന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിച്ചു പറയുന്നത് വീണ പറയുന്നൊന്നും കറക്റ്റ് അല്ല എന്ന് പറയുന്നു. അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ രേണുവിൻ്റെ കാര്യം പറയുമ്പോഴേക്കും കിച്ചു ഒരു പ്രശ്നവും പറയുന്നില്ല. ഒരു കുറ്റവാട്ടെ രേണു ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും കിച്ചു പറയുന്നില്ല. കിച്ചു ഒരു നല്ല 21 വയസ്സുള്ള അതായത് നല്ലൊരു തൻ്റെടമുള്ള ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും എത്ര നമ്മളെ സ്നേഹിക്കുന്ന അമ്മയാന്ന് പറഞ്ഞാലും രേണു കാണിക്കുന്ന തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിക്കണം. എങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധമാകുന്നുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവർ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല, സ്നേഹബന്ധങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ അവൻ അമ്മയാണെന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നീട് ഈ വീണയായിട്ട് ബന്ധം ഡൈവേഴ്സ് ആകാനുള്ള പ്രധാനപ്പെട്ട കാര്യം കുറേ കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ശാലിനിയായിട്ടുള്ള ബന്ധം കാണും. ഒരു പക്ഷേ അതിനുശേഷം ഈ രേണു പരിചയപ്പെട്ട അല്ലെ രേണുവായിട്ട് ശ്രുതി പുറത്തൊക്കെ കറങ്ങി എന്നാണ് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാതെ ഒരു ബന്ധം വെറുതെ അങ്ങ് പോകുമോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വീണയ്ക്കേ അറിയൂ വീണ എന്താ അനുഭവിച്ചതെന്ന്. അല്ലാതെ ഇതെങ്ങനെ കിച്ചുവിന് അറിയാൻ പറ്റും? ഇപ്പം ശ്രുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ട് തൻ്റെ സ്വന്തം മോനോട് വന്ന് പറയുമോ, മോനെ ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇന്നയാളെ പ്രേമിക്കുന്നുണ്ടെന്നൊക്കെ ശ്രുതിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം ശ്രുതിയിൽ ഒരുപാട് സീക്രട്ടുകൾ കാണും. അതൊന്നും ഈ കിച്ചുവിന് അറിയത്തില്ല. പിന്നെ കിച്ചു ഇപ്പോൾ വന്ന് തൻ്റെ സ്വന്തം പിതാവിനെ എല്ലാവരും സോഷ്യൽ മീഡിയയിട്ട് ഓരോന്ന് പറയുന്നതും, അതുപോലെ ശ്രുതി ഒരുപാട് പൈസ പറ്റിച്ചതിനെ പറ്റിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കിച്ചു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ തീരുമാനിച്ചത്. പക്ഷേ സ്വന്തം അപ്പനെ ഏതെങ്കിലും മകൻ മോശക്കാരനാക്കി പറയുമോ? സ്വന്തം അപ്പൻ പൈസ മേടിച്ച് പറ്റിച്ചെന്ന് പറയുമോ? ഒരിക്കലും പറയത്തില്ല. കിച്ചു അതിനെപ്പോഴും സപ്പോർട്ടായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. കിച്ചു പറയുന്നത് തൻ്റെ അപ്പൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ പുറത്ത് ഇതൊക്കെ മേടിച്ചതാണെന്ന് പറഞ്ഞ് അങ്ങ് പോത്തേ ഉള്ളൂ. അല്ലാതെ കിച്ചു ഇവരുടെ കാര്യങ്ങൾ സത്യമാണെന്നൊന്നും അവനും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവരാരും വീണയും രേണുവും ഒന്നും കിച്ചുവിനെ നോക്കിയിട്ടില്ലെന്ന് കിച്ചു സത്യസന്ധമായി പറയുന്നുണ്ട്. പിന്നെ കിച്ചുവിന് ആത്മാർത്ഥമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. രേണു അതായത് ഫിറോസിനെ വിമർശിച്ചതും നോബൽ ഫാദറിനെ അച്ഛനെ പറഞ്ഞതും, അതുപോലെ തന്നെ നമ്മുടെ താജിക്കായ്ക്കെതിരെ പറയുന്നതും, പിന്നെ നമ്മുടെ മറുനാടൻ ഷജസ്കറിയയ്ക്കെതിരെ പറഞ്ഞതൊന്നും കിച്ചു ഒരു മറുപടിയും തരുന്നില്ല. അത് അമ്മ പറഞ്ഞത് തെറ്റാണ്, അമ്മ അങ്ങനെ പറയാൻ പാടില്ല എന്ന് കിച്ചുവിന് പറയാം. പക്ഷേ കിച്ചു ഈ വക കാര്യങ്ങളൊന്നും പുറത്ത് മിണ്ടുന്നില്ല. കിച്ചു നമ്മളാരും വിചാരിക്കുന്ന ഒരു കൊച്ചല്ല. അവൻ വളരെ ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട്. അവന് സംസാരിക്കാനൊക്കെ അറിയാം. അവൻ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതാണ്. കാരണം നാളെ ഒരു പ്രശ്നം അവൻ്റെ മേൽ ഉണ്ടാകാതിരിക്കാനും ഒക്കെ അവൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. മനസ്സിലായോ? അതിനകത്ത് വേറൊരു കമൻറ്റ് കണ്ടു, താജുദ്ദീൻ ഒരു വിഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ചായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അവൻ ഒരു മറുപടിയും തന്നില്ല. അവൻ അതിനകത്ത് പറയേണ്ടിയിരുന്നു അങ്ങനൊന്നും അല്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കുറേ കാര്യങ്ങൾക്ക് അവന് പറയാം. പക്ഷേ എടുത്തെടുത്ത് അവൻ ഒരു കാര്യം പറയാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കിച്ചു ഇങ്ങനെ സേഫ് സൈഡിൽ കൂടെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ കിച്ചു എല്ലാത്തിനും ഒന്നും ക്രിസ്റ്റൽ ക്ലിയറായ ആൻസർ ഒരിക്കലും തരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്സിനെ കിച്ചു ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ മുതിരത്തുമില്ല. കാരണം കിച്ചു ചിന്തിക്കുന്ന എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്.
എന്തായാലും 21 വയസ്സുള്ള ഈ കിച്ചുവിനെ ഒരുമാതിരിപ്പെട്ട വകതിരിവുള്ള ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്നതാണ്. പക്ഷെ അവൻ മനഃപൂർവ്വം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവനിൽ നിന്നും കറക്റ്റ് ഉത്തരം കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ അവന് രേണുവിനെ അങ്ങ് എന്തോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ. അതെന്താണെന്നറിയത്തില്ല. പക്ഷേ രേണു അവനെ നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് അങ്ങനെ രേണുവമ്മയാണ് എന്നെ നോക്കിയെന്നൊന്നും അവൻ പറയുന്നുമില്ല. അപ്പൊ അവനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങും ഇങ്ങും അവനിങ്ങനെ എല്ലാ സൈഡിൽ കൂടെയും ജസ്റ്റ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനതാണ് അവനെ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം അത് അവൻ ചിലപ്പോൾ അങ്ങനെ പോയാലേ അവൻ അങ്ങനെ പോകുന്നതായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും കയറി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും കറക്റ്റായിട്ട് അവൻ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് സത്യം.